ഉണ്ടാക്കാൻ പോന്നെ. നമസ്കാരം. നിങ്ങൾ വീഡിയോന് ഇൻട്രോയിൽ കണ്ടപോലെ തന്നെ ഇന്ന് എനിക്കൊപ്പം ഒരു കൊച്ചു കൂട്ടുകാരാണ് സഹായത്തിനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 12 വാട്ട് നിർവ്വാണ സോളാറിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ഫുൾ ഇൻസ്റ്റാളേഷൻ, ഒപ്പം തന്നെ ഒരു ചെറിയ ബാറ്ററി, 12 വോൾട്ടിൻ്റെ ബാറ്ററി എങ്ങനെ ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ കുറഞ്ഞ ചിലവിൽ ഒരു സോളാർ ചാർജ് കൺട്രോളറും കൂടെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ നമുക്ക് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഇൻവേർട്ടർ ഇല്ലാതെ വീട്ടിൽ ഫുൾ എങ്ങനെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബാറ്ററിയാ. നമ്മളെ കയ്യിൽ കുറെ ബാറ്ററി ഉണ്ട്. ഈ വീട്ടിലോട്ട് കടക്കാം. ആദ്യമായി വേണ്ടത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററീസ് ആണ്. കേടായ പവർ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നിന്നോ നമുക്ക് ഇത്തരം ബാറ്ററികൾ എടുക്കാം. ഇനി വേണ്ടത് സോൾഡർ ചെയ്യാൻ ആവശ്യമായ സോൾഡറിങ് ഫ്ലക്സ് പേസ്റ്റാണ്. അതോടൊപ്പം കുറച്ച് ഗേജ് കൂടിയ വയറും കൂടി എടുക്കാം. അവസാനമായി ഒരു ബാറ്ററി പ്രൊട്ടക്ഷൻ ബോർഡാണ് നമുക്ക് വേണ്ടത്. ഇത് പ്രധാനമായും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബാറ്ററി അമിതമായി ചാർജ് ആവാനോ അതുപോലെ തന്നെ അമിതമായി ഡിസ്ചാർജ് ചെയ്യുവാനോ ഇതുമൂലം സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ആയാൽ ഈ ബോർഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പവർ സപ്ലൈ കട്ട് ചെയ്യും. ഒരു സിംഗിൾ ലിഥിയം ബാറ്ററി ഫുൾ ചാർജ് ആയാൽ ഏകദേശം 4.2 വോൾട്ടാണ് അതിൽ നിന്ന് ലഭിക്കുന്ന വോൾട്ടേജ്. അതിനാൽ നമുക്ക് 12 വോൾട്ട് ഔട്ട്പുട്ട് ലഭിക്കുവാൻ ഇത്തരത്തിലുള്ള ലിഥിയം ബാറ്ററീസ് 3 സീരിയസ് ആയി കണക്ട് ചെയ്യണം. ഇതോടൊപ്പം തന്നെ ഞാൻ ഡയഗ്രാം നൽകിയിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ ബാറ്ററികൾ കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടുവാനായിട്ട് നമ്മൾ ഇത്തരം ബാറ്ററികൾ 12 വോൾട്ടിൻ്റെ ഒരു സെറ്റ് ബാറ്ററി വേറൊരു സെറ്റുമായി നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ബാറ്ററികൾ സീരിയസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ബാറ്ററികൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. ഇനി സർക്യൂട്ട് ബോർഡിലേക്ക് നമുക്ക് കണക്ഷനുകൾ നൽകാം. ഇതാണ് നമ്മുടെ ബാറ്ററി. ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ഞാൻ ഇതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ചാർജ് ആയാൽ 12.6 വോൾട്ടും മിനിമം ഏകദേശം 11 വോൾട്ടുമാണ് ഇതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ്. അങ്ങനെ 10,000 mAhൻ്റെ ബാറ്ററി നമുക്ക് റെഡിയായി. ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ആവശ്യമായ ഒരു ചാർജിങ് കൺട്രോളർ നിർമ്മിക്കാം. സോളാർ പാനൽ വഴി നേരിട്ട് ഇത് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല, കാരണം ഇത് ഓവർ ചാർജ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു സോളാർ ചാർജ് കൺട്രോളർ വാങ്ങുകയാണെങ്കിൽ കുറഞ്ഞത് 700 രൂപയെങ്കിലും ആകും. ഇതിന് വെറും 50 രൂപ മാത്രമേ ഉള്ളൂ ലോക്കൽ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 90 രൂപയാകും. 35 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെ നമുക്കിതിൽ ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും. ഇതൊരു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്ററാണ്. 35 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 5 വോൾട്ട് വരെ നമുക്കിത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വോൾട്ടേജ് കുറയ്ക്കുവാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ ട്രാൻസ്ഫോമറുകൾ മാത്രമായിരുന്നു വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ ഉണ്ടാകുന്ന ഊർജ്ജ നഷ്ടം വളരെ വലുതായിരുന്നു. എന്നാൽ ഇത്തരം ബക്ക് കൺവെർട്ടറുകൾ LM2596 എന്ന IC ഉപയോഗിച്ച് ഒരു കുഞ്ഞ് ഇൻഡക്ടറിൻ്റെ സഹായത്തോടു കൂടി വോൾട്ടേജ് കൺവേർഷൻ സാധ്യമാക്കും. ഇതിൻ്റെ കൺവേർഷൻ എഫിഷ്യൻസി 96%. അതിനാൽ ഒട്ടും തന്നെ ഊർജം നഷ്ടമാവുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ടെർമിനലുകളിൽ വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകൾ മാറാതെ തന്നെ നോക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഈ ബോർഡിന് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അധികം ചൂട് അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് സോൾഡർ ചെയ്യാം. ഈ ഔട്ട്പുട്ട് വയറുകളും നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് മാർക്ക് ചെയ്ത ടെർമിനൽസ് സോൾഡർ ചെയ്ത് എടുക്കാം. നമുക്കിതൊരു കട്ടിയുള്ള കാർഡ്ബോർഡിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്ത് ഉറപ്പിക്കാം.
നമുക്കിനി ബാറ്ററി വോൾട്ടേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് വർക്കിംഗ് കണ്ടീഷനിലാണ്. ബാറ്ററി അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാം. 12 വാട്ട്സിൻ്റെ ഒരു സോളാർ പാനലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ അൺബോക്സിങ് ഇട്ടിരുന്നു. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. കുറഞ്ഞ സൂര്യപ്രകാശം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. നമുക്ക് സോളാർ പാനൽ റൂഫിൽ ഫിറ്റ് ചെയ്യാം. നമുക്കാദ്യം പാനൽ ഔട്ട്പുട്ട് ടെർമിനലുകളിൽ വയർ കണക്ട് ചെയ്യാം. ഞാൻ ഒരേ കളറിലുള്ള വയറുകൾ തന്നെയാണ് നെഗറ്റീവിനും പോസിറ്റീവിനുമായിട്ട് എടുക്കുന്നത്. മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്ത് ഏതാണ് നെഗറ്റീവ് ഏതാണ് പോസിറ്റീവ് എന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ മാക്സിമം വെയിൽ കിട്ടത്തക്ക രീതിയിൽ വേണം ഈ സോളാർ പാനൽ പ്ലേസ് ചെയ്യാൻ. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് അസ്തമിക്കുന്നതിനാൽ പാനൽ തെക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. ഏകദേശം 45 ഡിഗ്രി ആംഗിളിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വയർ എക്സ്റ്റൻഷൻ കൊടുക്കുവാനായിട്ട് ഞാൻ ഒരല്പം കൂടി വയർ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കിതൊരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ താഴെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന റൂമിലാണ്. നമുക്കിനി പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കാണാം 22.5 വോൾട്ടാണ് ഇത് ഷോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഒരു ചാർജിങ് കൺട്രോളർ ഇതിൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് എന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് പാനലിൽ നിന്ന് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്താൽ ബാറ്ററി 12 വോൾട്ടിൻ്റേതാണെന്ന് അറിയാം. നമുക്ക് ഇത് 12 വോൾട്ടായിട്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഞാനൊരു സ്വിച്ച് കൂടി ഇതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യുകയാണ്. ഇത് നമുക്ക് ആവശ്യാനുസരണം പാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ ഓൺ ചെയ്യാനും നമുക്ക് ഈ സ്വിച്ച് കണക്ട് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഈ ഒരു സ്വിച്ച് ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി സമയത്ത് പാനലിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. 12 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഈ വോൾട്ടേജ് അധികമാണെന്ന് നമുക്കറിയാം. നമുക്കിത് എങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറക്കാമെന്ന് നോക്കാം. നമുക്കിവിടെ കാണാം സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ അഡ്ജസ്റ്റിംഗ് നോബ്. ഇത് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ നമുക്ക് വോൾട്ടേജ് കുറയ്ക്കുവാനോ കൂട്ടുവാനോ സാധിക്കും. നമുക്കിത് വോൾട്ടേജ് കുറയ്ക്കുവാനായിട്ട് ഇടത്തേക്ക് തിരിക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുമ്പോൾ കാണാം വോൾട്ടേജ് കുറയുന്നുണ്ട്. 17 വോൾട്ടായി, 15 വോൾട്ടായി, ഇപ്പോൾ 14 വോൾട്ടായി. നമുക്ക് ഏകദേശം 12.6 വോൾട്ടിൽ സെറ്റ് ചെയ്യാം. അതാണ് മാക്സിമം ബാറ്ററിയുടെ ഫുൾ ചാർജ് വോൾട്ടേജ്. അങ്ങനെ നമ്മൾ വോൾട്ടേജ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലുകൾ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യാം. ഇത് വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത എന്നാൽ വയറിങ് ചെയ്ത ഒരു സ്വിച്ച് ബോർഡാണ്. നമുക്കിതിലേക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യാം. സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വരുന്ന വിധത്തിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതൊരു 12 വോൾട്ട് 7 വാട്ട്സിൻ്റെ ഒരു സോളാർ LED ബൾബാണ്. ഇത് സാധാരണ 12 വോൾട്ടിൽ മാത്രമേ പ്രവർത്തിക്കൂ. ഒരിക്കലും ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന 220 വോൾട്ടിൽ യൂസ് ചെയ്യരുത്. നമുക്ക് ഇത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ആഹാ, നല്ല മികച്ച പ്രകാശം തന്നെ അല്ലേ. ഒരു സാധാരണ LED ബൾബിൻ്റെ അത്ര തന്നെ പ്രകാശം ഇത് നൽകുന്നുണ്ട്. 750 ലൂമൻസ് ആണ് ഇതിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത. ഇത് ഞാൻ നിർമ്മിച്ചൊരു 12 വോൾട്ട് മൊബൈൽ ചാർജറാണ്. മൊബൈൽ ചാർജ് ചെയ്യാൻ നമ്മൾ സാധാരണ പ്ലഗിൽ കുത്തുന്ന പോലെ ഇത് പ്ലഗ് ചെയ്ത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്കിത് ചാർജ് ചെയ്യുന്നത് കാണാം. മൊബൈലും ടാബ്ലറ്റുമൊക്കെ ചാർജ് ചെയ്യുന്നതിനായിട്ട് 12 വോൾട്ട് 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് നൽകുന്നത്. ഈ 12 വോൾട്ട് സിസ്റ്റത്തിൻ്റെ പ്രധാന മേന്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഷോക്ക് അടിക്കില്ല എന്നതാണ്. ഇതാ ഇപ്പോൾ സ്വിച്ച് ഓണാണ്, ഞാനിതാ സ്വിച്ചിൽ ഹോൾഡറിൽ കൈയിടുന്നു, പക്ഷേ ഒരിക്കലും നമുക്ക് ഷോക്ക് അടിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് വെറും 12 വോൾട്ട് മാത്രമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. സാധാരണ വൈദ്യുതി എന്ന് പറഞ്ഞാൽ 220 വോൾട്ട്സാണ്. ഇത് ഹൈ വോൾട്ടേജാണ്. പക്ഷേ ഇത് 12 വോൾട്ടാണ്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയിൽ നമുക്ക് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ 12 വോൾട്ടേജിൻ്റെ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.